ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണത് ഞങ്ങളൊരു ഈവനിങ് ആൻഡ് നൈറ്റ് ആണ് നിങ്ങളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളിപ്പോൾ കാണുന്ന ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് കാണിക്കുന്നതെന്ന്. അപ്പോൾ ഇതൊരു അക്വേറിയം ഷോപ്പാണ് കേട്ടോ, നമ്മുടെ മനോരമയുടെ അവിടെയുള്ള ഒരു ഷോപ്പാണ്. ഞാനിപ്പോൾ ഒന്ന് ഹോൾസെയിൽ കടയിൽ വന്നിട്ട് നമ്മുടെ ഫിഷിന് ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ അതെ, ഇത് ഹോൾസെയിൽ കടയാണ് കേട്ടോ. അപ്പോൾ ഫിഷുകൾക്കൊക്കെ റേറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പല ഐറ്റംസിനൊക്കെ വില കുറവുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറ്. നമ്മളിപ്പോൾ അതെ ഫിഷിനെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഇത് എന്തിനാണ് കൊടുക്കണതെന്ന് നമുക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അച്ഛനും അമ്മയും കീർത്തനയും അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛന് മൊബൈലിലുള്ള സംശയങ്ങൾ തീർത്ത് കൊടുക്കുകയാണ് കീർത്തന. അപ്പം അച്ഛൻ ചോദിച്ചു എന്താ വീഡിയോ എടുക്കണേന്ന് ചോദിച്ചു, കാരണം ഫോൺ വാങ്ങിയിട്ടോ ചോദിച്ചു. ഇല്ല അതെ, കീർത്തന ഇവിടെ ഇല്ല. ക്യാമറ കണ്ടപ്പോൾ കീർത്തന നോക്കം മറിച്ചു. ആരാധ്യ ഇവിടെ കിടക്കുന്നുണ്ട്, അവള് ടി വി കാണുകയാണ്, നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ. അപ്പോൾ അവള് ടി വി കാണാൻ കിടന്നിട്ട് യെസ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ അക്വേറിയത്തിലേക്ക് പോകാം, കാരണം നമുക്ക് ഫുഡ് കൊടുക്കണം. കാരണം ഞാൻ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മുടെ ഫിഷുകളുടെ കൂടെ ആയിരിക്കും. ഇതിപ്പോൾ നമ്മുടെ കാറ്റ് ഫിഷാണ് കേട്ടോ. അപ്പോൾ അല്ല, കാറ്റ് ഫിഷ് അല്ല, നമ്മുടെ ക്രൈ ഫിഷാണ്, സോറി. അപ്പോൾ കീർത്തു ഫിഷോളം നോക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ കീർത്തു ചീത്ത പറയും. ഇപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാണത്തില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കീർത്തു എൻ്റെ കൂടെ ഉണ്ട്. കീർത്തു ആണ് ഇപ്പം അവരെ റിലീസ് ചെയ്യണത് അവരുടെ കൂട്ടത്തിലേക്ക്. യെസ്. അപ്പോൾ പ്ലാറ്റീനയാണ് നമ്മൾ എടുത്താണത്. ഇത് നമ്മുടെ ഓസ്കാറാണ് കേട്ടോ. ഇതൊരാൾ, രണ്ടാമത്തെ ഒരാൾ. ഇത് നമ്മുടെ കാറ്റ് ഫിഷ്, ഇത് രണ്ടാമത്തെ ഓസ്കാർ. ഇതിലിപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ ഗപ്പീന് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഗപ്പീനൊക്കെ ഈസി ആയിട്ട് ഓസ്കാറും റട്ടയിലും കൂടിയിട്ട് അടിച്ച് തിന്നുട്ടാ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നാണത് സക്കറുണ്ട്, അതുപോലെ തന്നെ പ്ലാറ്റീനിയാണ് കിട്ടിയത്. ഗോൾഡ് ഫിഷിനാണ് ഞാൻ കൊടുക്കാറ്, പക്ഷെ ഗോൾഡ് ഫിഷ് അവിടെ ഹോൾസെയിൽ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാരണം പ്ലാറ്റീനി എടുത്തു. ഇപ്പോൾ ചിലപ്പോൾ ഫുഡ് എടുക്കില്ല, കാരണം നമ്മൾ പറഞ്ഞല്ലോ ഗപ്പീനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം അവരെ അടിച്ചിട്ടുണ്ടായിരിക്കും ഈ ഓസ്കാർ. ഞാൻ റെഡ് ടൈലിൽ ഇതൊരു പ്ലാറ്റിനെ പിടിച്ചു കൊടുത്ത ആൾക്ക് ഇത് വേണ്ട, ഏകദേശം ചിലപ്പോൾ ഗപ്പീനെ അടിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെയുണ്ട് കിട്ടുക? അപ്പോൾ ഒളിച്ചിക്കാണ് ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ അതിന് ഫുഡ് വേണ്ടതുകൊണ്ട്, കാരണം ഓൾമോസ്റ്റ് അവിടെ ഗപ്പീന് ഇട്ടുണ്ടായിരുന്നു ഞാൻ 2-3 അതിനെ കടിച്ചിട്ട് എനിക്ക് തോന്നണം ഓസ്കാറായിരിക്കും. ഓസ്കാറും അതുപോലെ തന്നെ റെഡ് ടൈലാണ് നമ്മുടെ കയ്യിലുള്ളത്, റെഡ് ടൈൽ കാറ്റ് ഫിഷ്. അപ്പോൾ അവന് വാങ്ങിയിട്ട് കാറ്റ് ഫിഷിനെ വാങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഒരു ചെറുപ്പത്തിൽ വാങ്ങിയതാണ്, ഒരു 125 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടെന്നാണ്. ഓസ്കാർ എന്ന് പറയുമ്പോൾ പെയറിന് ഒരു 450-500 രൂപയുടെ റേഞ്ചിൽ വരുന്ന 2 പെയറിനെ വാങ്ങിയതാണ്. പിന്നെ നമ്മുടെ ക്രൈ ഫിഷ്, ആളിവിടെ ഉണ്ട് കേട്ടോ. ക്രൈ ഫിഷ് ഇവിടെ ഉണ്ട്. ക്രൈ ഫിഷിനെ ആകെ ഒരാളല്ല, പെയറുണ്ടായിരുന്നു. പെയറും അതുപോലെ തന്നെ എന്താ പറയുക കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ മെയില് മാത്രമായി, ഫീമെയിലിനെ ആള് തന്നെ ഫൈറ്റ് ചെയ്ത് കൊന്നു. ബ്രീഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആകെ ഒരാളായിട്ടാണ് ഇപ്പം നടക്കണത്. എനിക്ക് ചായ ആയിട്ട് കൊണ്ടുവന്നുണ്ട്, ചായ കൊണ്ടുവന്നുണ്ട്. കട്ടൻ കാപ്പിയാണ്. എപ്പിച്ചതേ നീ ചായ എടുത്താ? എൻ്റെ ചായ എടുത്താ? നന്നായി ഗായ്സ്. അപ്പോൾ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാര്യ കൊണ്ടുവന്നതാണ് കട്ടൻ കാപ്പി. ബിസ്ക്കറ്റൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് കട്ടൻ കാപ്പി മാത്രം മതി. ഏകദേശം ഒരു 500-600 രൂപ റേഞ്ചിൽ പെയറിന് എടുത്താണ് മലപ്പുറത്തുനിന്ന്. ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫുഡ് അടിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു നൈറ്റാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് വണ്ടി ഒന്ന് കഴുകിയിടണം, നാളെ ഒരു ചെറിയൊരു യാത്രയും കൂടി ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ കുട്ടികൾ ഇപ്പോൾ നാളെ എന്തായാലും മുടക്കായ കാരണം അവരിരുന്ന് ടി വി കാണാണ്. കീർത്തു അച്ഛനും അമ്മയുടെ കൂടി ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്ത് പച്ചക്കറി വന്നിട്ടുണ്ട്, അപ്പം അത് വാങ്ങാൻ വേണ്ടി പോയേക്കാണ് അവൾ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നമ്മളിതേ വീടിൻ്റെ ഉമ്മറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആരാധ്യ കിടക്കുന്നുണ്ട്, ജയ കാണാണ്. അമ്മായി ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് പാടാ. തൊപ്പി വെച്ചൊരു പാട്ട് പാട്.
ആദ്യത്തെ ചോദ്യം മീയാണ് അതേ വിത്തിലെ വാക്കുകളല്ലോ അത നിന്ന പക്ഷേ വിത്തിലെ വാക്കുകളല്ലോ അത നിന്ന പക്ഷേ തരത്തിലുള്ള കാലങ്ങളിൽ എന്തൊക്കെ പാടണേ കീർത്തനം പാടുമല്ലേ? അത് പോയി എന്റെ ചായ ഇല്ല ക്യാമറ തട്ടിപ്പറിക്കാം. പോരെ കീത്തു എവിടെയുണ്ട്? കീത്തിന് എന്തൊരു ചെയ്യാൻ പോണേ? അപ്പൊ ഇതാണ് നമ്മുടെ കട. അപ്പൊ അതെ അമ്മ അവിടെ ഇരുന്ന് തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് കടയിലേക്ക് പോകണില്ല, ഞാനിന്ന് വണ്ടി കഴുകണം. അപ്പോൾ വണ്ടി കഴുകാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ആരാധ്യയുടെ കയ്യിൽ ക്യാമറ കൊടുത്തു. വണ്ടിയുടെ എന്താ പറയുക, വെള്ളം, അതുപോലെ തന്നെ റേഡിയേറ്ററിലെ വെള്ളം, അതുപോലെ തന്നെ കൂളൻ്റ്, അതെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്തു. പിന്നെ ഓയിലൊക്കെ നോക്കി ഇപ്പോൾ സെറ്റാക്കി വെച്ചേക്കാണ്. കാരണം നാളെ രാവിലെ എണീറ്റിട്ട് ഇതൊന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടത്തില്ല. അത് കാരണമാണ് ഞാൻ ഇന്ന് രാത്രി തന്നെ വണ്ടി കഴുകിയിട്ട് നല്ല കുട്ടപ്പനാക്കി വണ്ടി സെറ്റാക്കി വെക്കുന്നുണ്ട്. നാളെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അത് കാരണം കഴുകി വൃത്തിയാക്കാണ് ഞങ്ങൾ. അപ്പോൾ ഞാനാണ് കഴുകി കറക്റ്റാക്കി ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ കഴുകാറുള്ളൂ. കാരണം വണ്ടിക്ക് അധികം ഓട്ടം നമുക്ക് വരാറില്ല. അത് കാരണമാണ് നമ്മൾ അധികം കഴുകാൻ പറ്റാത്തത്. കാരണം പിന്നെ റോഡ് സൈഡിലാണ് വീട്. അപ്പോൾ വണ്ടിയിൽ എപ്പോൾ കഴുകിയിട്ടാലും അതേ വണ്ടികളൊക്കെ പോകുമ്പോൾ പൊടിയും അങ്ങനെ കാര്യങ്ങളൊക്കെ അടിക്കും. അപ്പം അത് കാരണം ഞാൻ അധികം കഴുകിയിടാറില്ല. ഞങ്ങൾ എവിടേക്കെങ്കിലും യാത്ര പോകണമെങ്കിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ കഴുകി ഓയിലും കാര്യങ്ങളും നോക്കുക, ടയറ് എല്ലാം സെറ്റാക്കിയിട്ട് വെക്കാറുണ്ട്. കാരണം വഴിയിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് വഴിയിൽ നിൽക്കാൻ പാടില്ല. അപ്പം അത് കാരണം ഇതെല്ലാം മുൻകൂട്ടിയിട്ട് ഞാൻ കറക്റ്റാക്കി ചെയ്യാറൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ മറന്നു പോവും, ചെയ്യാമെന്ന് വിചാരിക്കും, പക്ഷെ അത് മറന്നു പോവും. കാരണം ആ തിരക്കിൻ്റെ ഇടയിൽ അതൊക്കെ മറന്നു പോവും. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഇതേ ഇപ്പോൾ അമ്മയുടെ തേക്കൽ കഴിഞ്ഞു. അതുപോലെ തന്നെ ആരാധ്യ അവിടെ ഇരുട്ടത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ പോവാണ്. കീർത്തൻ്റെ ബാക്കിൽ അച്ഛൻ തൊപ്പി അവിടെ വെച്ചിട്ടുണ്ട്. അമ്മ അവിടെ ഉണ്ട് ഗായ്സ്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുക. വൃത്തിയായി തുടക്കടാ. വീഡിയോ തന്ത്രോ പോയി പാത്രം കഴുകി വെക്കാണ്. ആ കുപ്പി ഇവിടെ പാത്രം കഴുകി ക്ലീനാക്കുന്നത്. പരസ്പരം വീറും വാശിയോടുകൂടി ഉറുമുണ്ട് ചുറ്റിപ്പിടിച്ച ഒരു നാഗവല്ലിയും പോലെ ഒരു കമ്പളി പുതപ്പുമായി ജീവിച്ച ഇവർ ഈ നിമിഷത്തിൽ സ്വയം രക്ഷപ്പെട്ട് ആര് വിജയിയാകുന്നേ. നമ്മുടെ റൂമിൽ നോക്കിയാൽ ആകെ പണിയായിട്ടാണ് കിടക്കുന്നത്. കീത്തൻ്റെ ഓട്ടോഗ്രാഫ് ഇരുന്ന് വായിക്കാറുണ്ട്. എൻ്റെ ഓട്ടോഗ്രാഫ് ഉണ്ട്. ഇതാണ് ഞാൻ ഇപ്പതേ, ഇതാണ് എൻ്റെ ഓട്ടോഗ്രാഫ്. 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫാണ് കേട്ടോ. കുറേ പേജ് കാലിയാണ്, കുറേ ഇതിലൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ പഴയ ഫോട്ടോ. അപ്പോൾ ഇനി ഇത് സുന്ദരൻ തീർത്തു പറഞ്ഞത്. അതെ, ഇനിയിപ്പോൾ ഇവിടെ ഇതൊക്കെ ഇനി ഒതുക്കണം.
ആക്കെ ഡ്രസ്സും ഇതെല്ലാം വലിച്ചു വരട്ടൊക്കെ അവിടെ ചേർത്തു. അപ്പൊ ഗൈസ് അപ്പൊ ഇത് ഒതുക്കണേ. വേഗം വിരിക്കൂ. കേത്തുവിൻ്റെ ബാഗ് ആ തലോണ പൊക്കിയിട്ട് ക്ലീൻ ചെയ്യും. പറഞ്ഞു തരുന്നതാണ്. ഓക്കെ ഹെൽപ്പ് ചെയ്യാനാ? ഓ സെറ്റായാ? യെസ്, ചേർത്ത് സെറ്റാക്കിയിട്ടുണ്ട്. യെസ്, നീ കിടക്കാലോ. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ചങ്കുകൾ ഇടാ. ഇവിടെ കുറേ പേരൊക്കെ ഉണ്ട്. കുറച്ച് പേരൊന്നും എത്താൻ പറ്റിയിട്ടില്ല. ഇത് നമ്മുടെ ചങ്കുകളാണ്. അപ്പോൾ അത് എല്ലാവരെയും പരിചയപ്പെടുത്താൻ പറ്റില്ല. കട്ട ചങ്കുകളാണ് ഇവർ. പിന്നെ അതെ ഇത് അവർ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. സ്ട്രൈക്കേഴ്സ് ക്ലബിൻ്റെ വക. ഇവർ തന്നെയാണ് ക്ലബ്ബ്. അതെ ഇവിടുത്തെ ഇത് നമ്മുടെ കീർത്തു തന്നതാണ്. ഇത് കീർത്തുൻ്റെ പിറന്നാളിൽ കൊണ്ടുവന്നതാണ്. ഗിഫ്റ്റായിട്ട് തന്നതാണ് കീർത്തു. ഇത് അവർ ഓയിൽ പെയിൻറ്റ് ഞങ്ങളുടെ അവിടെയുള്ള ഒരു പയ്യനെ കൊണ്ട് ചെയ്യിച്ചതാണ്. സ്ട്രൈക്കേഴ്സ് ക്ലബിൻ്റെ നമ്മുടെ കട്ട ചങ്കുകളാണ് കേട്ടോ അവർ. എല്ലാവരും അടിപൊളി ഡാക്കളാണ്. അപ്പോൾ ഇതേ കീർത്ത് ഇവിടുത്തെ കിടക്കാൻ ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതേ ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ ഞങ്ങളിനി കുറച്ച് നേരം ഇനി മൊബൈൽ നോക്കും. കാരണം ഞാൻ കുറച്ച് നേരം മൊബൈൽ നോക്കിയിട്ടാണ് കിടക്കാറ്. കീർത്തു അങ്ങനെ കിടന്നുറങ്ങാറ് സാധാരണ. ഇല്ലെങ്കിൽ എനിക്ക് ടയേർഡായി കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ കളിയില്ലെങ്കിൽ ഞാൻ നേരത്തെ കിടക്കാറുണ്ട്. പക്ഷെ നാളെ കളിയില്ല, നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. അത് കാരണം എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങും. ഗെയിമൊക്കെ കളിച്ചൊന്ന് സെറ്റായി. പബ്ജി ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും പബ്ജി ഒന്ന് കളിച്ചു നോക്കി. അതെ, വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കും. ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. അല്ലെങ്കിൽ വേറെ നമ്മുടെ ഫേസ്ബുക്കിൽ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ കിടന്നുറങ്ങി കുറച്ച് റീൽസൊക്കെ കണ്ട് അങ്ങനെ ഞാൻ കിടന്നുറങ്ങാറ് സാധാരണ. തീർത്തുണങ്ങിയാൽ കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ജസ്റ്റ് ഒരു ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തായാലും ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.